ഹലോ, എൻ്റെ കയ്യിലുള്ള കുറച്ചധികം മെറ്റീരിയൽസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ജോർജറ്റിൽ പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ വന്ന ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നത്. എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ജോർജറ്റിൽ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സീ ബ്ലൂ ഷെയ്ഡാണ്. ഇതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുള്ളൊരു കളറാണ്. തേർഡ് വൺ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് വർഷം മുന്നേ, അതായത് എനിക്കൊന്ന് 5-6 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ജോർജറ്റ് പ്ലെയിൻ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഇത് വെച്ച് ഞാനൊന്നും സ്റ്റിച്ച് ആക്കിയിട്ടില്ല. പിന്നെ അടുത്തത് വന്നിട്ട് നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ. ഇതിൽ കാണുന്ന റെഡല്ല, ഇതിൽ നേരിട്ട് കാണാൻ ഇതിൽ ഭംഗിയുള്ള ഒരു ചെറിയ റെഡ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു റെഡാണ് കേട്ടോ. അതും ജോർജറ്റ് തന്നെയാണ്, പ്ലെയിൻ ആണ്. ഫോർത്ത് വൺ വന്നിട്ട് ഇത് നെറ്റ്, അതായത് ടിഷ്യൂ നെറ്റ് എന്നൊക്കെ പറയൂലേ, മീറ്റർ എന്തോ 60 റുപ്പീസ് എങ്ങാണ്ടുള്ളൂ. ഇതും ഒരു 2 മീറ്റർ എടുത്തേക്കണ ഷോളിനായിട്ടാണ് എടുത്തത് ഞാൻ. ഇത് വന്നിട്ട് നമ്മൾ അക്കോബ കോട്ടണിലൊക്കെ അല്ലേ കണ്ടേക്കണം കൂടുതലായിട്ടും. ഇത് ജോർജറ്റിൽ വന്ന അക്കോബയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ഓൺലൈൻ വഴി എടുത്തതാണ്. ഇതിൻ്റെ വിട്ടാണെങ്കിലും ഒരു 58 അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് റയോണിൽ വന്ന പ്ലെയിൻ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് റയോൺ ആട്ടോ. നല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാലും നല്ല കംഫർട്ടായിരിക്കും ഈ ഒരു മെറ്റീരിയൽ. അടുത്തത് വന്നിട്ട് പ്രിന്റഡ് റയോൺ ആണ്, അതായത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലും പിങ്ക് കളറ് ഫ്ലവറും ലീഫും അങ്ങനെയൊക്കെ വന്നേക്കണ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.